ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നോക്കുന്നത് 145/2025 ചോദിച്ച ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക്. ഐഎസ്ആർഒ പുതിയ ചെയർമാൻ ആര്? ഡോക്ടർ വി നാരായൺ. സിനിമയാക്കിയ ആദ്യ മലയാള നോവലാണ് മാർത്താണ്ഡവർമ്മ. ചേരുംപടി ചേർക്കാന് കഥകളി കൊട്ടാരക്കര തമ്പുരാൻ, ഓട്ടംതുള്ളൽ കുഞ്ചൻ നമ്പ്യാർ, ചണ്ടാല പിശുക്കി കുമാരനാശാൻ, കൃഷ്ണഗാഥ ചെറുശ്ശേരി. കഥകളി കൊട്ടാരക്കര തമ്പുരാൻ, ഓട്ടംതുള്ളൽ കുഞ്ചൻ നമ്പ്യാർ, ചണ്ടാല പിശുക്കി കുമാരനാശാൻ, കൃഷ്ണഗാഥ ചെറുശ്ശേരി. കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. ഇന്ത്യയിലെ അഗ്നിപുത്രി എന്നറിയപ്പെടുന്ന ടെസി തോമസിന്റെ ജന്മസ്ഥലമാണ് ആലപ്പുഴ. ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരമാണ് ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ്. 2023 ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള സിനിമാ നടനാണ് മോഹൻലാൽ. കേരള നവോത്ഥാന രംഗത്ത് ധാരാളം മാറ്റങ്ങൾക്ക് വഴിതെളിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചത് വി.ടി. ഭട്ടതിരിപ്പാട്. ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടാത്ത രാജ്യമാണ് തജാക്കിസ്ഥാൻ. ഉത്തരപർവ്വത മേഖലയിൽ നിന്ന് സ്ഥിതി ചെയ്യുന്ന ഹിമാചൽ പ്രദേശ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഷിപ്കില. കാരക്കോറം പർവ്വതനിരയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന 1, 3 ആണ്. കാരക്കോറം പർവ്വതനിരയിലാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത്. കാരക്കോറം പർവ്വതനിരയുടെ തുടർച്ചയാണ് ടിബറ്റിലെ കൈലാസ പർവ്വതനിരകൾ. താഴെ തന്നിരിക്കുന്ന ഉപദ്വീപൻ നദികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന: നർമ്മദ നദി ഉത്ഭവിക്കുന്നത് ഛത്തീസ്ഗഡിലെ മൈക്കല നിരകളിൽ നിന്നാണ്. ഉപദ്വീപൻ നദികൾക്ക് അപരദന തീവ്രത താരതമ്യേന കുറവാണ്. അപ്പോൾ നർമ്മദ നദി ഉത്ഭവിക്കുന്നത് ഛത്തീസ്ഗഡിലെ മൈക്കല നിരയിൽ നിന്നാണ്. ഉപദ്വീപൻ നദികൾക്ക് അപരദന തീവ്രത താരതമ്യേന കുറവാണ്. ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഖനന മേഖലയാണ് സുന്ദർഗഡ്. ദേശീയ ജലപാത NW3 കടന്നുപോകുന്ന ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ പ്രധാന ആണവോർജ്ജ നിലയമായ റാവത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാൻ. മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ മംഗലാപുരം വരെയുള്ള സഞ്ചാരപാതയിൽ കൊങ്കൺ റെയിൽവേ പിന്നിടുന്ന നദികളുടെ എണ്ണം 146. ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രമാണ് സുലഭ് സമാജ്. താഴെ തന്നിരിക്കുന്ന റാബി വിള അല്ലാത്തത് പരുത്തിയാണ്. അപ്പോൾ റാബി വിളയാണ് പുകയില, കടുക്, ഗോതമ്പ്. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ബ്രഹ്മസമാജത്തെ പറ്റിയുള്ള ശരിയായ പ്രസ്താവന 1, 2, 3 ആണ്. ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യും. സ്ത്രീകൾക്ക് എതിരായ വിവേചനം അവസാനിപ്പിക്കുക. സതി, ശൈശവ വിവാഹം എന്നിവ അവസാനിപ്പിക്കുക. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഭാഗമാകാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളാണ് ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീർ. ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീർ എന്നിവ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഭാഗമാകാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളാണ്. ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതിയെ എതിർത്തുകൊണ്ട് 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയ നേതാക്കളാണ് CR ദാസും മോത്തിലാൽ നെഹ്റുവും. സ്ത്രീകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനു വേണ്ടി 1916 മഹാരാഷ്ട്രയിൽ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? DK കാർവെ. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യക്കാരിൽ ദേശസ്നേഹം വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഭാരത് മാത എന്ന ചിത്രം വരച്ചത് അവനീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് കരുത്തു പകർന്ന പ്രാദേശിക പത്രങ്ങളെ നിയന്ത്രിക്കുന്നതിനു വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പ്രാദേശിക ഭാഷാ പത്ര നിയമം നിലവിൽ വന്നത് 1878. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് നടന്നത് 1951-52 ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ ചെയർമാനും മറ്റ് അംഗങ്ങളും ആരെല്ലാമായിരുന്നു എന്ന് വെച്ചാൽ ഫസൽ അലി, KM പണിക്കർ, HN കുൻസ്രു. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവങ്ങളെ കാലഗണനക്രമത്തിൽ എഴുതാൻ ആദ്യം വരുന്നത് കുണ്ടറ വിളംബരമാണ്. അത് കഴിഞ്ഞ് മലയാളി മെമ്മോറിയൽ, മാപ്പിള ലഹള, വൈക്കം സത്യാഗ്രഹം. സ്വാതന്ത്ര്യാനന്തരം ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യയുടെ പരിവേഷണങ്ങളെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ 1, 2, 4 ആണ്. 1962 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായി. 1969 ISRO രൂപീകരിച്ചു. 1975 ആര്യഭട്ട എന്ന ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. 1993 ഒക്ടോബർ 12 ഇന്ത്യ ഗവൺമെന്റ് മനുഷ്യാവകാശ കമ്മീഷനെ നിയമിച്ചത് എന്നാണ് 1993 ഒക്ടോബർ 12.
കമ്മീഷന് 5 അംഗങ്ങൾ ഉണ്ടായിരിക്കും. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ് മിശ്രയായിരുന്നു. അപ്പോൾ ആദ്യ ചെയർമാൻ രംഗനാഥ് മിശ്ര, കമ്മീഷനിൽ 5 അംഗങ്ങൾ ഉണ്ടായിരിക്കും. 1993 ഒക്ടോബർ 12-നാണ് മനുഷ്യാവകാശ കമ്മീഷൻ നിയമിച്ചത്. 6-നും 14-നും വയസ്സിന് ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് എന്നത് മൗലിക കടമയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് 2002-ലെ 86-ാം ഭരണഘടനാ ഭേദഗതി. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് 1, 2, 3 ഇന്ത്യൻ പ്രസിഡന്റ് 352-ാം വകുപ്പ് അനുസരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച 19-ാം വകുപ്പ് പ്രകാരമുള്ള മൗലിക അവകാശങ്ങൾ മരവിപ്പിക്കപ്പെടുന്നു. മൗലിക അവകാശങ്ങൾ ന്യായവാദാർഹങ്ങളാണ്. 2002-ലെ 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. വിവരാവകാശ നിയമം 2005-നും 2019-ലെ ഭേദഗതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന എന്നുവെച്ചാൽ, തെറ്റായ പ്രസ്താവന കേന്ദ്ര വിവരാവകാശ കമ്മീഷനുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 60 വയസ്സ് തികയുന്നതുവരെ ഏതാണോ ആദ്യം വരുന്നത് അതാണ്. അപ്പോൾ വിവരാവകാശം 2005-ന് 2019 ഭേദഗതിയിലെ തെറ്റായ പ്രസ്താവന എന്ന് വെച്ചാൽ 2 മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ബാക്കി 3 ശരിയാണ്. ഇന്ത്യൻ വിവരാവകാശ നിയമം നിലവിൽ വന്ന 2005 ഒക്ടോബർ 12-നാണ് പ്രധാനമന്ത്രി ചെയർമാനായ സെലക്ഷൻ കമ്മിറ്റി നാമനിർദ്ദേശം ചെയ്യുന്ന വ്യക്തിയാണ് പ്രസിഡന്റ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിക്കുന്നത്. വിവരാവകാശ നിയമത്തിൻ്റെ പരിപാലനം നിരീക്ഷിക്കുക, സർക്കാർ വകുപ്പുകളിൽ പബ്ലിക് വിവരങ്ങൾ ലഭ്യമാക്കുന്നത് ഉറപ്പാക്കൽ എന്നിവയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനോട് മുഖ്യ ചുമതല. എന്തൊക്കെയാണ്? ഇന്ത്യൻ വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12-നാണ്. പ്രധാനമന്ത്രി ചെയർമാനായ സെലക്ഷൻ കമ്മിറ്റി നാമനിർദ്ദേശം ചെയ്യുന്ന വ്യക്തിയാണ് പ്രസിഡന്റ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനായി നിയമിക്കുന്നത്. വിവരാവകാശ നിയമത്തിൻ്റെ പരിപാലനം നിരീക്ഷിക്കുക, സർക്കാർ വകുപ്പുകളിൽ പബ്ലിക് വിവരങ്ങൾ ലഭിക്കുന്നത് ഉറപ്പിക്കൽ എന്നിവയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനുടെ മുഖ്യ ചുമതലകൾ. ഇന്ത്യൻ ഭരണഘടനയെ പ്രതിപാദിക്കുന്ന സ്വകാര്യ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് 2, 3 1978-ലെ 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വകാര്യ സ്വത്തവകാശം മൗലികാവകാശ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. നിലവിൽ ഭരണഘടനയുടെ 300A വകുപ്പിലാണ് സ്വകാര്യ സ്വത്തവകാശത്തെക്കുറിച്ച് പറയുന്നത്. ജനഗണമന ഇന്ത്യൻ ദേശീയ ഗാനമായി അംഗീകരിച്ച് 1950 ജനുവരി 24 1950 ജനുവരി 24-നാണ് ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത്. ഇന്ത്യൻ ഭരണഘടനയെ ഏത് വകുപ്പിലാണ് ദേശീയ പതാകയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ദേശീയ പതാകയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന 51A സബ് ക്ലോസ് A വകുപ്പിലാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം ആദ്യമായി പൊതുവേദിയിൽ പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? 1896-ലെ കൽക്കത്ത സമ്മേളനത്തിൽ വെച്ച്. അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് 16. ഇന്ത്യൻ ദേശീയ ചിഹ്നവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന 3 മാത്രമാണ്. സത്യമേവ ജയതേ എന്ന മുണ്ടകോപനിഷത്തിൽ നിന്നെടുത്ത മുദ്രാവാക്യം ദേശീയ ചിഹ്നത്തിൻ്റെ അടിഭാഗത്ത് ആലേഖനം ചെയ്തിരിക്കുന്നത് ശരിയാണ്. സിംഹം, കാള, കുതിര, ആന എന്നീ മൃഗങ്ങളുടെ രൂപങ്ങൾ ദേശീയ ചിഹ്നത്തിലുണ്ട്. സാരാനാഥിലെ അശോകസ്തംഭത്തിലെ സിംഹോദാഹരണമാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി അംഗീകരിച്ചത്. അപ്പം അശോകസ്തംഭമാണ് ഇന്ത്യയുടെ ദേശീയ ഗീതമായി അംഗീകരിച്ചത്. സിംഹം, കാള, കുതിര, ആന എന്നീ മൃഗങ്ങളുടെ രൂപങ്ങൾ ദേശീയ ചിഹ്നത്തിലുണ്ട്. സത്യമേവ ജയതേ എന്ന മുണ്ടകോപനിഷത്തിൽ നിന്നെടുത്ത മുദ്രാവാക്യം ദേശീയ ചിഹ്നത്തിലെ അടിഭാഗത്ത് ആലേഖനം ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പ. കേരളത്തിലെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം പെരിയാർ. കൊച്ചിയുടെ ശ്വാസകോശം മംഗളവനം. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല തിരുവനന്തപുരം. കേരള കായിക ദിനം ഒക്ടോബർ 13. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. കേരളത്തിലെ നിത്യഹരിത വനം സൈലന്റ് വാലി. കേരളത്തിലെ ഗവർണറായ ആദ്യ മലയാളി വി വിശ്വനാഥൻ. തിരുവിതാംകൂർ സർക്കാർ ഭണ്ഡാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് 1865. കേരളത്തിലെ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് നെടുങ്ങാടി ബാങ്ക്. താഴെ പറയുന്ന മലബാറിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത സംഭവം 1934 ഇലക്ട്രിക് സമരമാണ്. മലബാറിലെ സ്വാതന്ത്ര്യ സമരവും ബന്ധമില്ലാത്തത്. ബന്ധപ്പെട്ടവ ഏതൊക്കെയാണ്? 1916 ആനി ബസന്റിൻ്റെ അധ്യക്ഷതയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനം. കീഴരിയൂർ ബോംബ് കേസ്. മുഹമ്മദ് അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ നടന്ന ഉപ്പ് നിയമലംഘന സമരം. 1932 നിവർത്തന പ്രക്ഷോഭം ബന്ധമില്ലാത്ത കെ കേളപ്പനാണ്. നിവർത്തന പ്രക്ഷോഭത്തിൽ NV ജോസഫ്, PK കുഞ്ഞ്, C കേശവ എന്നിവ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഏത് കോൺഗ്രസ് സമരത്തിൻ്റെ ഭാഗമായാണ് കേരളത്തിലെ ആദ്യ മഹിളാ സമ്മേളനം നടന്നത്? വടകര. 1921 നടന്ന 1-ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ T പ്രകാശൻ. ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന C മാത്രമാണ്
ബന്ധമില്ലാത്ത പ്രസ്താവന. ബന്ധപ്പെട്ട പ്രസ്താവന ഏതൊക്കെയാണ്? ബാധിക്കാനും ജയിക്കാനുമല്ല, അറിയുവാനും അറിയിക്കുവാനും എന്ന പ്രഖ്യാപനം. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക, മനുഷ്യ സ്നേഹത്തിലും സർവ്വമത സാഹോദര്യത്തിലും അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ. ഇത് മൂന്നും ശരിയാണ്. പ്രത്യക്ഷരക്ഷ ദൈവസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് കുമാരഗുരുദേവൻ. 1615 കേരളത്തിലെത്തി സാമുദ്രികമായ വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധിയാണ് വില്യം കീലിംഗ് എന്നാണ് 1615. വയനാട്ടിലെ കുരിശ് കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ എല്ലാം ശരി ഉത്തരങ്ങളാണ്. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചു. നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി പിടിച്ചെടുത്തു. വംശനാശ ഭീഷണി നേടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി വർഷം തോറും റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടനയാണ് IUCN. പഴങ്ങളും പച്ചക്കറികളും പാകം ചെയ്യുമ്പോൾ അടച്ചു വേവിക്കണം എന്ന് പറയുന്നത് ഏത് വിറ്റാമിൻ നഷ്ടപ്പെടാതിരിക്കാനാണ്? വിറ്റാമിൻ C. കണ്ടൽക്കാടുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരുന്ന പ്രസ്താവനകൾ ശരിയായത് 1ഉം 2ഉമാണ്. തീരപ്രദേശത്തെ മണ്ണ് പിടിച്ചു നിർത്തുന്നു, സുനാമിയെ തടയുന്നു. കാൽമുട്ടുകളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏതാണ്? വിജാഗിരി സന്ധിയാണ്. ഭൗമസൂചിക പദവി ലഭിച്ച കുറ്റ്യാട്ടൂർ മാങ്ങ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രദേശം ഉൾപ്പെടുന്ന ജില്ലയാണ് കണ്ണൂർ. താഴെ കൊടുത്തിരിക്കുന്ന വായുവിലൂടെ പകരുന്ന രോഗം അല്ലാത്തവ ഏത്? കോളറ, ടൈഫോയിഡാണ് വായുവിലൂടെ പകരാത്ത രോഗങ്ങൾ. അപ്പോൾ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഇൻഫ്ലുവൻസ, ചിക്കൻ പോക്സ്, അഞ്ചാം പനി, ക്ഷയം, COVID-19 വില്ലൻ ചുമ. മോണകളിൽ നിന്നും രക്തവും പഴുപ്പും വരുന്ന രോഗലക്ഷണം കാണിക്കുന്ന ഒരാളുടെ ഭക്ഷണത്തിൽ നിർബന്ധമായി ഉൾപ്പെടുത്തേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ നെല്ലിക്ക, നാരങ്ങ തുടങ്ങിയ പഴങ്ങൾ. മനുഷ്യൻ്റെ ലിംഫ് വ്യവസ്ഥയെ സംബന്ധിച്ച് താഴെ കൊടുത്തിരുന്ന പ്രസ്താവന തെറ്റായത്. ലിംഫിലെ എല്ലാ രക്തകോശങ്ങളും വലിയ പ്രോട്ടീനുകളും കാണുന്നത് തെറ്റാണ്. അപ്പോൾ മനുഷ്യൻ്റെ ലിംഫ് വ്യവസ്ഥയെ ശരിയായിട്ടുള്ള എന്തൊക്കെയാണ്? ലിംഫ് കൊഴുപ്പിൻ്റെ ദഹനഫലമായി ഉണ്ടാകുന്ന ലഘുഘടകങ്ങൾ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നു. ലിംഫ് രക്തത്തിൽ നിന്ന് രൂപം കൊള്ളുന്നു. ലിംഫ് വ്യവസ്ഥ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നു. മഴക്കാലത്തെ വ്യാപകമായ കൊതുകുജന്യ രോഗങ്ങൾ തടയാൻ ഫലപ്രദമായ മാർഗങ്ങൾ മുകളിൽ പറഞ്ഞവയെല്ലാം. വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കാതിരിക്കുക, കെട്ടിടങ്ങൾക്ക് ചുറ്റുമുള്ള പാഴ്ചെടികളും മാലിന്യങ്ങൾ നീക്കം ചെയ്യുക, ആഴ്ച ഒരിക്കൽ ഡ്രൈ ഡേ ആചരിക്കുക. പുല്ല്, മാൻ, കടുവ, കഴുകൻ. ഈ ഭക്ഷ്യശൃംഖലയിലെ തൃതീയ ഉപഭോക്താവാണ് കഴുകൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവന ഏത് ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏണസ്റ്റ് റൂദർഫോർഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്തൊക്കെയാണ് പ്രസ്താവനകൾ? ഗോൾഡ് ഫോയിൽ പരീക്ഷണം നടത്തി, ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടെത്തി, ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചു. ഇദ്ദേഹം അണുകേന്ദ്ര ഭൗതികത്തിൻ്റെ പിതാവാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതൊക്കെയാണ്? ശരിയായത് 1ഉം 3ഉമാണ്. 17ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഹാലജനുകൾ. ഹെൻറി മോസ്ലിയാണ് ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചു. 17ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഹാലജനുകൾ. ഒരു സമതല ദർപ്പണത്തെ വസ്തുവിൻ്റെ വലതുഭാഗം പ്രതിബിംബത്തിൻ്റെ ഇടതുഭാഗമായും വസ്തുവിൻ്റെ ഇടതുഭാഗം പ്രതിബിംബത്തിൻ്റെ വലതുഭാഗമായി കാണുന്നു. ഈ പ്രതിഭാസം ഏതു പേരിൽ അറിയപ്പെടുന്നു? പാർഷിക വിപര്യം. പ്രവൃത്തിയുടെ SI യൂണിറ്റാണ് ജൂള്. വൈദ്യുത മോട്ടോറിലെ ഊർജ്ജമാറ്റം വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി. താഴെ തന്നിരിക്കുന്ന അയിരിൻ്റെ സാന്ദ്രണവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഉത്പാദനമാണ് ബന്ധമില്ലാത്തത്. താഴെ പറയുന്ന കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ. പ്രകൃതിദത്ത പോളിമറായ റബ്ബറിൻ്റെ മോണോമർ ഏതാണ്? റബ്ബറിൻ്റെ മോണോമറാണ് ഐസോപ്രീൻ. താഴെ തന്നിരിക്കുന്ന മാസിനെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ള പ്രസ്താവന 3ഉം 4ഉമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. 1ഉം 2ഉം ശരിയാണ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് കോമൺ ബാലൻസ് ഉപയോഗിച്ച് അളക്കുന്നു. സാധാരണ അവസ്ഥയിൽ മനുഷ്യൻ്റെ ശരീര താപനില 98.6 ഫാരൻഹീറ്റ് ആണ്.